പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, എനിക്ക് എത്ര ഏജ് ആയിരുന്നു. ലവ് മാരേജ് ആണ്, അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുതിയ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് വേണമെങ്കിൽ അത് പറയാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു Q&A സെഷന് വേണ്ടിയിട്ട് ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലായിട്ട് നമുക്ക് വന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് റെലവെൻ്റ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ആൻസർ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ, ചേച്ചിയുടെ വീട് എവിടെയാ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എൻ്റെ വീട് വരുന്നത് പെരുമ്പളാവാണ്, വിഷ്ണുവിൻ്റെ വീട് കുന്നംകുളത്താണ്. അപ്പോൾ അങ്ങനെ. പിന്നെ കുറേ പേര് ചോദിച്ച കാര്യം എന്താ പറയുക, എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചായിരുന്നു. ജോലി ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ M.Tech കംപ്ലീറ്റഡ് ആണ്, ഇലക്ട്രിക്കലാണ്. പിന്നെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ എറണാകുളം കെല്ലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൽ ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്കിലാണ്. ഇപ്പൊ വേറെ കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഒരു ബ്രേക്കിലാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വിഷ്ണുവിന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ, അതൊക്കെ പറഞ്ഞുതരാം. എനിക്ക് അച്ഛൻ, അമ്മ, 2 ചേച്ചിമാരാണുള്ളത്. അച്ഛൻ്റെ പേര് രാജൻ എന്നാണ്. ആള് എക്സ് ഗൾഫാണ്. അപ്പൊ കുറച്ച് നാളായിട്ട് അച്ഛൻ നാട്ടിലുണ്ട്, ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ അമ്മയുടെ പേര് ഷീല. പിന്നെ ചേച്ചിമാര് മൂത്ത ചേച്ചി 2 ചേച്ചിമാരുണ്ട്, രേഷ്മ, രമിഷ. മൂത്ത ചേച്ചി അക്കൗണ്ടന്റ് ആണ്. ആള് ദുബായ് ബേസിലാണ്, അവര് സെറ്റിൽഡ് ആണ്. പിന്നെ രണ്ടാമത്തെ ചേച്ചി രമിഷ എന്നാണ് പേര്. ചേച്ചി പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, ബ്ലഡ് ബാങ്ക് സെഷനിലാണ്. ഈ വിഷ്ണുവിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ വിഷ്ണുവിന്റെ വീട് കുന്നംകുളമാണ്. അവിടെ അച്ചാച്ചൻ, അച്ഛമ്മ, അച്ഛൻ, അമ്മ, അനിയൻ, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ചോദിച്ചൊരു ചോദ്യം, വിഷ്ണു ചേട്ടൻ എന്ത് ചെയ്യുന്നു, വിഷ്ണു ചേട്ടന്റെ ജോബ് എന്താണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. വിഷ്ണു ചേട്ടനും മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ആള് ദുബായിലാണ്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, എനിക്ക് എത്ര ഏജ് ആയി എന്ന് ചോദിച്ചാൽ എനിക്ക് എത്ര തോന്നും? 29. പോടാ, എനിക്ക് 28 വയസ്സാണ്. 29 ആവണുള്ളൂ കേട്ടോ. അങ്ങനെ എനിക്ക് 95 ഓഗസ്റ്റ് ആണ്. അവരുടെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 95 ഓഗസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ, 95 ഓഗസ്റ്റ്. അപ്പൊ 29 ഈ വർഷം ആവും. പിന്നെ ഒരു തസ്മി മുജീബ് എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാന്ന് വിചാരിക്കുന്നു. ആള് ചോദിച്ചിട്ടുണ്ട് എന്താണ് സിന്ദൂരം തൊടാത്തത്. ആള് ഒത്തിരി വട്ടായി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തില് സിന്ദൂരം ഞാൻ തൊടാറുണ്ട്, അങ്ങനെ എപ്പോഴും തൊടാറില്ല എന്നുള്ളൂ. പിന്നെ സിന്ദൂരം എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന്റെ എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, വിഷ്ണു വിശ്വസിക്കുന്നില്ല. അത് കാരണം കൊണ്ട് അത് അങ്ങനെ എപ്പോഴും തൊട്ട് നടക്കണില്ല എന്നുള്ളൂ. എന്നാലും എനിക്ക് ഇഷ്ടമാണ് സിന്ദൂരം തൊടാനും. പിന്നെ KM രാജേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ദുഃഖം വരുമ്പോൾ എന്താണ് ചെയ്യുക, സന്തോഷം വരുമ്പോൾ എന്താണ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും കാണും, നമുക്ക് എന്ത് സ്പെഷ്യൽ മൊമെന്റ്സും പെട്ടെന്ന് ഷെയർ ചെയ്യണം. ഫസ്റ്റ് അവരുടെ അടുത്ത് ഷെയർ ചെയ്താലാണ് നമുക്ക് കൂടുതൽ കംഫർട്ടോ സന്തോഷോ അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ ഒരാള് വിഷ്ണു ആണ്. പണ്ട് എന്റെ അമ്മയായിരുന്നു. ആഫ്റ്റർ മാരേജ് അത് വിഷ്ണുവിന് അവൻ ആ സ്ഥാനം തട്ടിയെടുത്തു. എനിവേ ഇപ്പൊ വിഷ്ണു ആണ്. വിഷ്ണുവിന്റെ അടുത്ത് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും വിഷ്ണുവിന്റെ അടുത്ത് പറയുമ്പോൾ സന്തോഷമാണെങ്കിൽ കുറച്ചും കൂടി സന്തോഷം തോന്നും, വിഷമമാണെങ്കിൽ അതിന് എന്തെങ്കിലും സൊല്യൂഷനോ കംഫർട്ടോ ഒക്കെ അവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അവൻ അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തോ ചേച്ചിമാരുടെ അടുത്തൊക്കെ പറയാട്ടോ. പിന്നെ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് മേക്സ് യു സോ പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ഇൻ യുവർ അച്ചീവ്മെന്റ്സ് ഇൻ ലൈഫ്. അങ്ങനെ ചോദിച്ചാൽ സത്യത്തില് കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്നത്, എന്താണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കുറച്ച് പേർക്കാണ് കേട്ടോ, ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർക്ക്. പക്ഷെ ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് അതിനെ പോസിറ്റീവായി കാണുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. എന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആണെന്നില്ല, അല്ലെങ്കിൽ ലൈഫിൽ പെട്ടെന്നൊരു സങ്കടം വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ അത് മാത്രം ആലോചിച്ച് ബാക്കിയുള്ള ലൈഫ് മൊത്തം കളയുക എന്നുള്ളത് എനിക്ക് തീരെ, ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ വിശ്വസിക്കണില്ല. അപ്പോഴും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഒരു കാര്യം നഷ്ടപ്പെട്ടാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
അപ്പൊ അതിനൊന്നും ഒരു വാല്യൂ കൊടുക്കാത്ത പോലെയല്ലേ നമ്മള് ഈ ഒരൊറ്റ കാര്യത്തിന് നമ്മള് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി എനിക്ക് ഇത് നഷ്ടപ്പെട്ടു, ഇനി ഞാൻ വിഷമിച്ചിരിക്കാം, അങ്ങനെ ഒരു ചിന്ത. അപ്പൊ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ലാത്ത. അപ്പം എൻ്റെ ഒരു ലൈഫില് എനിക്ക് അങ്ങനെ കുറച്ച് പേരിനെങ്കിലും ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ട് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള സിറ്റുവേഷൻ പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി ഡൗട്ട്സ് വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കാലിന്റെ വീഡിയോസ് ചെയ്യുന്നത്, കാലിനെ കുറിച്ച് പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതേ സിറ്റുവേഷൻ ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിന്നിട്ടുള്ള ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് ഫേസ് ചെയ്യുന്ന കുറെ പേർക്ക് അതൊരു ഉപകാരം ആവുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് പേര് അങ്ങനത്തെ കമന്റ്സും മെസ്സേജസും ഒക്കെ അയക്കാറുണ്ട്. ഭയങ്കര ഒരുപാട് അവർക്ക് വ്യത്യാസം വന്ന ഒരു ചിന്തകളിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അത് ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിൽ. അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സത്യത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് പോലും. കാരണം എനിക്ക് ഇതിന് മുന്നേ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ ഇത്രയും റീച്ചൊക്കെ വന്നിട്ട്. കുറച്ച് നാൾ മുന്നേ ഒരു 2 വർഷത്തോളമായി ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും റീച്ച് ഒന്നുമില്ല, നമുക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നിട്ടും ഞാൻ ഈ കണ്ടന്റ്സ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊന്ന് സെർച്ച് ചെയ്തത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പൊ എന്നെ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം ആയിച്ചെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിനു വേണ്ടി മാത്രമാണ് സത്യത്തിൽ നമ്മളിത് ചെയ്യുന്നത് പോലും. പിന്നെ ഒരു ചോദ്യം, ഹലോ രഞ്ജിമ, ലവ് യു ടു. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡെയിലി ഫുൾ ടൈം പ്രോസ്തെറ്റിക് ലെഗ് യൂസ് ചെയ്യണതിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? അത് ചോദിച്ചുള്ളത് മഷീദ ഷമീൽ എന്ന് പറയുന്ന ഒരാളാണ്. എനിവേ നല്ല ക്വസ്റ്റ്യൻ ആണ്. സത്യത്തിൽ ഒരുപാട് സമയം നമ്മൾ പ്രോസ്തെറ്റിക് ലെഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റേഷൻ എൻ്റെ ഓർമ്മയിൽ അന്ന് കാല് വെക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ളത് 7 hours അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഒരു നീഡിനനുസരിച്ച് നമുക്കത് എത്ര വേണമെങ്കിലും വെക്കാം. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ വെച്ചാൽ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് വരെ കാല് വെക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി നടക്കും കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. ഇല്ല ഒത്തിരി നടക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കാല് വെച്ചിട്ടുള്ളൂ വെച്ചെങ്കിൽ നമുക്ക് ഓൾറെഡി ഇത് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റമ്പ് ഭയങ്കരമായിട്ട് പുഴുകിയിരിക്കുകയാണല്ലോ, ചൂടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡ്രൈ ആവും സ്കിന്ന്. അപ്പോൾ നല്ല മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ എണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്യുക കാലൂരിയതിന് ശേഷം, അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല, ബെറ്ററാണ്. എന്നാലും അതിൻ്റെ കുറേ ഡിഫിക്കൽട്ടീസ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വരും. എനിക്ക് പുറം വേദനയൊക്കെ വരാറുണ്ട് ഒത്തിരി യൂസ് ചെയ്യുമ്പോൾ. അത് പിന്നെ എപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല, നമുക്ക് അത്രയും നീഡ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, രഞ്ജിമ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഈ ലൈഫ് അവസാനിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഹൗ ഡു യു ഓവർകം ഇറ്റ്? ഷെയർ ചെയ്താൽ നല്ല ഇൻസ്പിറേഷൻ ആകും. ഓക്കെ, അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ലോസ് സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് സത്യത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയാം. എനിക്കങ്ങനെ ലൈഫ് അവസാനിപ്പിക്കണം എന്ന് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ നമുക്ക് അങ്ങനെ ലൈഫ് എന്ന് പറയുന്നതിൽ ഒത്തിരി കാര്യങ്ങളില്ലേ. ഇതിപ്പം ഈവൻ ഞാനിങ്ങനെ സംഭവിച്ചപ്പോൾ ആദ്യം ആലോചിച്ചത്, ഞാൻ കോമ സ്റ്റേജിലായിട്ടില്ലല്ലോ, കാല് മാത്രമല്ലേ പോയിട്ടുള്ളൂ, നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട്, 2 കൈയുണ്ട്, 1 കാലുണ്ട്, നമ്മളെ ബ്രെയിൻ, ബാക്കി എല്ലാ ഓർഗൻസും ഓക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ സത്യത്തിൽ ആ സമയത്ത് ആലോചിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈവൻ കോമ സ്റ്റേജിലല്ല, എന്നാലും കുറച്ചും കൂടിയൊക്കെ വലിയ ലോസ് ആണെങ്കിൽ പോലും നമുക്ക് ആരില്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അതിന് വലിയ കാര്യമല്ലേ. അതുപോലും ഇല്ലാത്ത എത്ര പേരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ലോസ് ഉണ്ടായി എന്ന് വിചാരിച്ച് ആ ഒരൊറ്റ കാര്യത്തിലല്ല ലൈഫ് കിടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയുണ്ട്, ലൈഫ് കിടക്കുകയാണ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം, അതിൽ സന്തോഷം കണ്ടെത്തുക, അതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ കുറെ പേർക്ക് അറിയേണ്ട ഒരു കാര്യം, ലവ് മാരേജ് ആണോ? അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലവ് മാരേജ് ആണോ, അറേഞ്ച്ഡ് ആണോ, എങ്ങനെ മീറ്റ് ചെയ്തു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. സത്യത്തിൽ ഞങ്ങള് അറേഞ്ച്ഡ് കം ലവ് എന്ന് പറയാം, അങ്ങനെയാണ് സത്യത്തിൽ. കാരണം ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 തൊട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരു +2 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജൂനിയർ സീനിയർ ആയിരുന്നു. ഞാൻ 1 ഇയർ റിപ്പീറ്റ് ചെയ്തു. വിഷ്ണു നേരെ കോളേജിൽ ചേർന്നു, NSS പാലക്കാടിലായിരുന്നു. അങ്ങനെ അപ്പോഴൊക്കെ ഞങ്ങൾ കട്ട ഫ്രണ്ട്സ് ആണ്. ഇങ്ങനെയൊന്നൊരു റിലേഷൻ ഇമേജ് ചെയ്യാൻ പോലും പറ്റാത്തൊരു റിലേഷൻ. ആക്സിഡന്റ് 4th ഇയറിലാണ്, ഞാൻ BTech 4th ഇയറിൽ പഠിക്കുമ്പോഴാണ് ആക്സിഡന്റ് ആവുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം വിഷ്ണു വിഷ്ണു അബ്രോഡ് പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഇവരുടെ വീട്ടിൽ നിന്ന് പ്രപ്പോസലായിട്ട് വന്നു. അതായത് വിഷ്ണു പോയി, ആ സമയത്താണ് ഇതൊരു സംഭവം വർക്കൗട്ട് ആവുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്റ്റോറി. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഫ്ലവേഴ്സ് ഒരു കോടിയൊക്കെ കണ്ടാൽ മതി, അതിൽ വിശദമായി പറയുന്നുണ്ട്. പിന്നെന്താ, അപ്പം അങ്ങനെയുള്ളൂ. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ ഇങ്ങനെ ലൈഫ് പാർട്ട്നേഴ്സായി. ചേച്ചി എങ്ങനെയാണ് നെഗറ്റീവ് കമൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്? പിന്നെ ചേച്ചിയുടെ കാലിന് എന്ത് പറ്റിയ? കാലിന് ആക്സിഡൻ്റ് ആയതാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് തോന്നുന്നു ഒരു 100 പേരിൽ 2 പേരെങ്ങാനുമാണ് നെഗറ്റീവ് കമൻറ്റ് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ അത്ര ബോധർ ചെയ്യാറില്ല. പിന്നെ നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല കുറ്റം പറയാൻ. അപ്പം അതിനെ നമ്മൾക്ക് അത്ര തന്നെ കാണുന്നുള്ളൂ എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല ഒരു ഉദ്ദേശത്തിലാണ് സത്യത്തിൽ ഞാനിത് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള 2-3 കമൻറ്റിനെ മൈൻഡ് ആക്കണ്ടല്ലോ, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ കൂടെ വന്ന ആ ആക്സിഡൻറ്റിൽ എന്ത് പറ്റി? എനിക്ക് തോന്നുന്നു കൂടെ ഉണ്ടായിരുന്നവർക്ക് എന്ത് പറ്റിയെന്നാണ് തോന്നുന്നു ചോദിച്ചിട്ടുള്ളത്. സത്യത്തിൽ അന്ന് എൻ്റെ കൂടെ ആക്സിഡൻറ്റ്, അതായത് എനിക്ക് ലിഫ്റ്റ് തന്നായിരുന്നു. ആ ചേട്ടൻ സ്പോട്ടിൽ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ ആളുടെ വൈഫ് ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് അത്യാവശ്യം കുറേ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ആളിപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ. വാട്ട് ഈസ് യുവർ സാഡസ്റ്റ് മൊമെൻറ്റ് അതർ ദാൻ ദാറ്റ് ആക്സിഡൻറ്റ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ആക്സിഡൻറ്റിൻ്റെ പോലത്തെ ഒരു സംഭവമല്ല, വേറൊരു സംഭവമാണ്. പക്ഷേ ഈ ഒരു പുതിയ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് വേണമെങ്കിൽ അത് പറയാം. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ദുബായിൽ പോയിട്ട് തിരിച്ചു വരാം. അന്ന് എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു തിരിച്ചു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഷാർജയിൽ നിന്നാണ് കയറിയത്. അപ്പോൾ കാല് ഊരി വേണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ എനിക്കത് പറയാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ഒരു വിഷമമായൊരു കാര്യമാണ് എനിക്ക്. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ്, അതായത് ഈ ഒരു ന്യൂ ലൈഫിൽ എനിക്ക് ഇത്രയും വിഷമിച്ചിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല. അത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ Q&Aയുടെ ആൻസേഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായി എനിക്ക് അത് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ആയി. അതെന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. കുറച്ച് ഞാൻ അറിയാലോ, കുറച്ച് പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ഒന്ന് റിക്കവർ ആയപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവൻ ഈ കാറിലിരുന്ന് വീഡിയോ എടുക്കുന്നത് പോലും എന്താ പറയുക, എവിടെയും അങ്ങനെ കറക്റ്റായി അങ്ങനെ ഒരു ഇത് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ചെറിയ ബഹളമൊക്കെ ഉണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു Q&Aയുടെ എന്താ പറയുക ഒരു സമ്മപ്പ്. പിന്നെ ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഹായ് പറയാം. ശ്രീബാല, അദൃശ, ആയിഷക്കുട്ടി, രായിദ, അനൂദ, ആമി, എല്ലാവർക്കും ഹായ്. പിന്നെ എല്ലാവരോടും ഒരുപാട് സ്നേഹം. നമുക്ക് ഇത്രയും കൺസിഡർ ചെയ്യുന്നതിന്, നമ്മളെന്തോ ഇത്രയും ചെയ്യുന്നതിൻ്റെ ഒരു നല്ല മീനിങ് നിങ്ങൾ എടുക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിവേ, നിങ്ങൾക്ക് ഒരുപാട് എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ എനിക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.